ആദ്യമേ തന്നെ ഈ ചടങ്ങിലേക്ക് എന്നെ ക്ഷണിച്ച കോളേജ് മാനേജ്മെൻറ്റിന് എൻ്റെ അകമഴിഞ്ഞ നന്ദിയും സ്നേഹവും അർപ്പിക്കുന്നു. ഞാൻ പ്രിൻസിപ്പാൾ അച്ഛനോട് സംസാരിച്ചപ്പോൾ അറിയാൻ കഴിഞ്ഞ ഒരുപാട് ഡിഗ്നിറ്ററീസിനെ പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ഒരുപാട് ശിഷ്യ സമ്പത്തുള്ള ഒരു കോളേജാണിത്. എന്നിട്ടും എന്നെപ്പോലെ ഒരാളെ ഇൻവൈറ്റ് ചെയ്യാൻ കാണിച്ച വലിയ മനസ്സിന് നന്ദി രേഖപ്പെടുത്തുന്നു. രണ്ടാമതായി ഈ ലൂമിനറീസ് അവാർഡ് കരസ്ഥമാക്കിയ വിദ്യാർത്ഥിനികളെ പ്രത്യേകം അഭിനന്ദനം അറിയിക്കുന്നു. വനിതാ പ്രാതിനിധ്യം അല്പം കുറവായ കോളേജായിട്ട് കൂടി 4 ലൂമിനറീസും വനിതകളായത് വളരെ സന്തോഷം നൽകുന്ന കാര്യമാണ്. മാർച്ച് 3 പകരം ചടങ്ങ് മാർച്ച് 8 വയ്ക്കാമായിരുന്നു എന്നൊരു സജഷൻ കൂടി ഞാൻ പറഞ്ഞിരുന്നു. ഏതായാലും അന്താരാഷ്ട്ര വനിതാ ദിനത്തിൻ്റെ ആശംസകൾ കൂടി അർപ്പിക്കുന്നു. ഈ 2025 വർഷത്തെ ലൂമിനറി അവാർഡ് നേടിയതുപോലെ തന്നെ ജീവിതത്തിലുടനീളം സമൂഹത്തിനും നമ്മുടെ രാഷ്ട്രത്തിനും വെളിച്ചം പകരാൻ ഇവർക്ക് കഴിയട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. നിങ്ങൾ ഓരോരുത്തരും അത്തരമൊരു പാതയിലേക്ക് കടന്നു പോകണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഇവിടെ പ്രിൻസിപ്പാൾ അച്ഛൻ എൻ്റെ ട്രാക്ക് റെക്കോർഡിനെ കുറിച്ച് പറഞ്ഞു. മലയാളം മീഡിയം സ്കൂളിൽ പഠിച്ച ഒരു വിദ്യാർത്ഥിയാണ്. അതുപോലെ LD ക്ലർക്കായി, സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ്റായി ഒരുപാട് നാളത്തെ പെർസെവറൻസിന് ശേഷമാണ് ഇന്ത്യൻ പോലീസ് സർവീസിൽ പ്രവേശിച്ചത്. അങ്ങനെ 2020 ട്രെയിനിങ്ങിൻ്റെ ഭാഗമായി സർദാർ വല്ലഭായ് പട്ടേൽ നാഷണൽ പോലീസ് അക്കാഡമിയിൽ ചെല്ലുമ്പോൾ അവിടുത്തെ ഡയറക്ടറായിട്ടുള്ള 1988 ബാച്ച് ഓഫീസർ ഡോക്ടർ അതുൽ കർവാൾ അദ്ദേഹം ഞങ്ങൾക്കൊരു ക്ലാസ് എടുത്തു. ഞങ്ങളെന്ന് പറഞ്ഞാൽ 150ഓളം ഇന്ത്യൻ പോലീസ് സർവീസ് ഓഫീസേഴ്സ്. എല്ലാവരും പറയുന്നത് പോലെ വളരെ ബുദ്ധിമുട്ടേറിയ ഒരു പരീക്ഷ പാസ്സായി എല്ലാവരും ഞങ്ങളൊക്കെ എന്തോ സംഭവമാണ് എന്ന് വിചാരിച്ച്, സ്വയം ലൂമിനറീസ് ആണെന്ന് വിചാരിച്ച് അവിടെ എത്തിച്ചേർന്ന ഞങ്ങളുടെ ഈഗോ ഷെഡ് ചെയ്യാനാണ് അദ്ദേഹം ആദ്യം ശ്രദ്ധിച്ചത്. അദ്ദേഹം ആദ്യം തന്നെ ഒരു പ്രസൻറ്റേഷൻ നടത്തി. പ്രസൻറ്റേഷൻ്റെ ഫസ്റ്റ് സ്ലൈഡിൽ തന്നെ ഗ്രിറ്റ് എന്നുള്ളൊരു പദം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഗ്രിറ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കെല്ലാവർക്കും അറിയാം, കറേജ് ആൻഡ് റിസോൾവ്. അതിൽ അദ്ദേഹം 1-2 വ്യക്തികളെക്കുറിച്ച് സംസാരിച്ചു. അതിൽ ആദ്യത്തെ വ്യക്തി ഫിലിപ്പ് ക്രോയ്സോൺ എന്ന് പറയുന്ന ഒരു ഫ്രഞ്ച് പൗരൻ്റെ കഥയായിരുന്നു. 2010 ഇംഗ്ലീഷ് ചാനൽ നീന്തിക്കിടന്ന അദ്ദേഹം ക്വാഡ്രപ്പിൾ ആംപ്യൂട്ടിയാണ്. 2 കൈകളും 2 കാലുകളും ഇല്ലാത്ത വ്യക്തിയാണ്. പിന്നീട് ഡയറക്ടർ ഞങ്ങൾക്ക് പറഞ്ഞു തന്നത് അരുണിമ സിൻഹയുടെ കഥയാണ്. 2013 എവറസ്റ്റ് കീഴടക്കിയ അരുണിമ സിൻഹ നാഷണൽ ലെവൽ വോളിബോൾ പ്ലെയർ ആയിരുന്നു. അവർ കുറച്ച് സാമൂഹ്യ വിരുദ്ധരുടെ ആക്രമണം മൂലം ട്രെയിനിൽ നിന്ന് വീണ് ഇടത്തെ കാല് മുറിച്ച് കളയപ്പെട്ട അവസ്ഥയിലും അവരുടെ ഗ്രിറ്റിൻ്റെ ഫലമായിട്ട് എവറസ്റ്റ് കീഴടക്കാൻ അവർക്ക് സാധിച്ചു. ഈ 2 സംഭവങ്ങളും 2010 നടന്ന ഇംഗ്ലീഷ് ചാനൽ നീന്തിക്കിടന്ന സംഭവവും 2013 അരുണിമ സിൻഹ എവറസ്റ്റ് കീഴടക്കിയ കഥയും ഞങ്ങൾക്ക് പറഞ്ഞു തന്ന ഡോക്ടർ അതുൽ കർവാൾ. അദ്ദേഹം ആണ് ഇന്ത്യയിൽ ആദ്യത്തെ സിവിൽ സർവൻറ്റ് ടു ക്ലൈം ദ മൗണ്ട് എവറസ്റ്റ് 2008. അപ്പോൾ ഇവിടെ നേരത്തെ അധ്യക്ഷ പ്രസംഗത്തിൽ അച്ഛൻ സൂചിപ്പിച്ചതുപോലെ നമുക്ക് മുന്നേ കടന്നുപോയ ലൂമിനറീസിൻ്റെ കഥകൾ, അവർ നേടിയ നേട്ടങ്ങൾ, അതെല്ലാം നമുക്ക് എല്ലായ്പ്പോഴും മാർഗനിർദ്ദേശം ആയിരിക്കണം. അവർ നമുക്ക് പ്രകാശം പരത്തുന്ന ജീവിതങ്ങളായിരിക്കണം. അവയെ മുൻകൂട്ടി കണ്ടുകൊണ്ട് വേണം നമ്മൾ ജീവിതത്തിൽ നേട്ടങ്ങൾ അച്ചീവ് ചെയ്യാൻ. ഇനി എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ കോളേജ് സ്റ്റുഡൻസാണ്. ഞാനും ഈ ലെവലൊക്കെ കടന്നു വന്ന ആളാണ്. ഉപദേശങ്ങൾ ഒട്ടും കേൾക്കാൻ താല്പര്യമില്ലാത്ത ഒരു തലമുറയാണ് നമ്മൾ. എന്നിരുന്നാലും ഉപദേശമായിട്ട് കരുതണ്ട. ചെറിയ 3-4 ഫണ്ടമെൻ്റലായിട്ടുള്ള കാര്യങ്ങളാണ്, ഏറ്റവും റുഡിമെൻ്ററി ആയിട്ടുള്ള കാര്യങ്ങളാണ്. ആദ്യത്തേത്, നിങ്ങൾ ഇപ്പോൾ നേടുന്ന ഈ സൗഹൃദം നമ്മുടെ വൈകാരികമായ ആരോഗ്യത്തിനും എല്ലാത്തിനും വളരെ നല്ലതായിട്ടുള്ള നമ്മുടെ സൗഹൃദങ്ങൾ കീപ്പ് ചെയ്യുക. ഈ കോളേജ് കാലഘട്ടത്തിൽ ഉണ്ടാക്കുന്ന സൗഹൃദങ്ങളാണ് നമ്മുടെ ജീവിതാവസാനം വരെ നമുക്ക് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുക. ഞാനൊക്കെ ഇപ്പോൾ ഇന്ത്യൻ പോലീസ് സർവീസിൽ പ്രവേശിച്ചതിന് ശേഷം സൗഹൃദങ്ങൾ ഉണ്ടാക്കാൻ ഒരുപാട് ബുദ്ധിമുട്ടുന്നുണ്ട്. കാരണം നമ്മളുടെ നേട്ടങ്ങളും നമ്മുടെ സമൂഹത്തിലെ സ്ഥാനമാനങ്ങളും മാത്രം മുന്നിൽ കണ്ടുകൊണ്ട് നമ്മളോട് സൗഹൃദം കൂടാൻ വരുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പോൾ പുതിയ സൗഹൃദങ്ങൾ ഉണ്ടാക്കാൻ ഒരുപാട് ബുദ്ധിമുട്ടാകും. അപ്പോൾ ഈ
കാലഘട്ടത്തിൽ ലഭിക്കുന്ന സൗഹൃദങ്ങളും സ്നേഹവും ബന്ധങ്ങളും എല്ലാം ഊഷ്മളമായിട്ട് നിങ്ങൾ കാത്തു സൂക്ഷിക്കുക. ഏറ്റവും നല്ല രീതിയിൽ ലഹരി വിമുക്തമായിട്ടും ബാക്കിയുള്ള എല്ലാ നിങ്ങളുടെ കഴിവുകളും പരിപോഷിപ്പിക്കാനും ഏറ്റവും നല്ല രീതിയിൽ പഠിച്ചു മുന്നേറാനും ഇന്നത്തെ ഈ സൗഹൃദങ്ങൾ നിങ്ങൾ വിനിയോഗിക്കുക എന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. രണ്ടാമതായിട്ട് പറയാനുള്ളത് നിങ്ങളുടെ ശാരീരികമായിട്ടുള്ള ആരോഗ്യത്തെ സംബന്ധിച്ചാണ്. ശാരീരികമായ ആരോഗ്യം ഏറ്റവും കരികരുത്ത പ്രായമാണ് ഏർലി 20s. ഈ സമയത്ത് തന്നെ നിങ്ങളുടെ ആരോഗ്യത്തെ നശിപ്പിക്കാതെ ആരോഗ്യത്തെ കാത്തു സൂക്ഷിച്ച് ഏറ്റവും നല്ല രീതിയിലുള്ള ഫിസിക്കൽ എക്സർസൈസും കാര്യങ്ങളും എല്ലാമായിട്ട് മുന്നോട്ട് പോവുക. ഇത് പറയാനുള്ള കാരണമെന്ന് പറഞ്ഞാൽ ഞാനൊരു ക്ലറിക്കൽ ജോബിൽ ഏകദേശം 7 വർഷത്തോളം ജോലി ചെയ്ത ആളാണ്. വളരെ സെഡൻഡറി ആയിട്ടുള്ള ലൈഫ് സ്റ്റൈലായിരുന്നു എൻ്റെ ലേറ്റ് 20s. കോളേജ് കാലഘട്ടത്തിലൊക്കെ നിങ്ങളൊക്കെ പലരെയും പോലെയൊക്കെ ഫുട്ബോളും എല്ലാം കളിച്ചിരുന്ന ആളായിരുന്നെങ്കിൽ പോലും വീണ്ടും കുറച്ച് കഴിഞ്ഞപ്പോൾ ജോലി തിരക്കുകളും റെസ്പോൺസിബിലിറ്റീസും എല്ലാം ആയപ്പോൾ സെഡൻഡറി ലൈഫ് സ്റ്റൈലിലേക്ക് മാറി. ഒരു ഘട്ടത്തിൽ പ്രീ ഡയബറ്റിക് സ്റ്റേജ് വരെ എത്തിയിരുന്നു. ഇന്ത്യൻ പോലീസ് സർവീസിൽ പ്രവേശിച്ചതിന് ശേഷമാണ് അതിൽ നിന്നൊരു വിമുക്തി നേടാൻ സാധിച്ചത്. ശാരീരികമായിട്ടുള്ള അധ്വാനത്തിൻ്റെയും എക്സർസൈസിൻ്റെയും എല്ലാം ഫലങ്ങളും എല്ലാം ഇപ്പോൾ എൻജോയ് ചെയ്യുന്നു. ഒരു 30 വയസ്സൊക്കെ കഴിഞ്ഞാൽ നിങ്ങളൊക്കെ തന്നെ ഇപ്പോഴും പലരും ഇൻസ്റ്റഗ്രാം റീൽസിലും ഒക്കെ കാണുന്നുണ്ടാവും. 30 കഴിഞ്ഞ ആൾക്കാർ വാതിൽ തുറക്കുമ്പോൾ കേൾക്കുന്ന ഒച്ച വാതിലിൻ്റെ അല്ല മുട്ടിൻ്റെ ചിരട്ടയുടെ ഒച്ചയാണെന്നുള്ള രീതിയിലുള്ള റീൽസൊക്കെ നിങ്ങൾ കാണുന്നുണ്ടാവും. അങ്ങനെയുള്ള അവസ്ഥയിലേക്കൊക്കെ പോവാതിരിക്കാൻ ഈ കരികരുത്ത പ്രായം നിങ്ങൾ ഉപയോഗിക്കുക. മൂന്നാമതായിട്ട് പറയാനുള്ളത് ഈ റീൽസിൻ്റെ കാര്യങ്ങളൊക്കെ തന്നെയാണ്. ഞാൻ എൻ്റെ സ്വന്തം, ഞാൻ നേരത്തെ പറഞ്ഞു ഉപദേശമല്ല, സ്വന്തം അനുഭവമാണ്. ഒരുപാട് വായിച്ചിരുന്ന വ്യക്തിയാണ്. ഇവിടെ അച്ഛൻ പറഞ്ഞു ഞാൻ മലയാളം ഐച്ഛിക വിഷയമായി എടുത്താണ് സിവിൽ സർവീസ് എഴുതിയതെന്ന്. ഞാൻ ഡിഗ്രി സെക്കൻഡ് ഇയർ വരെ മലയാളം പഠിച്ചിരുന്നു. വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെയും എസ് കെ പൊറ്റക്കാട്ടിൻ്റെയൊക്കെ സമ്പൂർണ്ണ കൃതികൾ, സാധാരണ നമ്മളത് റെഫറൻസ് ഗ്രന്ഥമായിട്ടാണ് ഉപയോഗിക്കുക. ഞാൻ സമ്പൂർണ്ണ കൃതികൾ മുഴുവനും വായിച്ചിട്ടുള്ള ആളാണ് കോളേജ് കാലഘട്ടത്തിലെല്ലാം. പക്ഷേ ഇപ്പോൾ നിങ്ങളെല്ലാവരെയും പോലെ 30 സെക്കൻഡിലേക്ക് എൻ്റെ അറ്റൻഷൻ സ്പാൻ ചുരുങ്ങുകയാണോ എന്നുള്ള സംശയത്തിലാണ് ഞാൻ ജീവിച്ചു പോകുന്നത്. 30 സെക്കൻഡ് എന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണും. റീൽസ് ഇൻസ്റ്റഗ്രാം അൺഇൻസ്റ്റാൾ ചെയ്യും, കുറച്ച് ദിവസം കഴിയുമ്പോൾ പിന്നെ ഇൻസ്റ്റാൾ ചെയ്യും, പിന്നെയും ബോധപൂർവം അൺഇൻസ്റ്റാൾ ചെയ്യും. അങ്ങനെ ഒരു ജീവിതത്തിൻ്റെ സൈക്കിളിലൂടെയാണ് നമ്മളെല്ലാം കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അത് വളരെ അപകടകരമായ, മനുഷ്യനെ യന്ത്രം കൈയാളുന്ന ഒരു സാഹചര്യത്തിലേക്ക് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. പോസ്റ്റ് ട്രൂത്ത്, ഗ്യാസ് ലൈറ്റിംഗ് എന്നൊക്കെ പറയുന്നത് പോലെ തന്നെ നമ്മൾ ഏതോ ഒരു മായിക ലോകത്ത് ആരൊക്കെയോ നമ്മളെ നിയന്ത്രിക്കുന്ന ഒരു ലോകത്തിലേക്ക് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിൽ നിന്നെല്ലാം ബോധപൂർവമായിട്ടുള്ള മോചനം നേടാൻ നിങ്ങളെല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കുക. പുസ്തകം കയ്യിൽ കരുതുക. കഴിയുന്ന സന്ദർഭങ്ങളിലെല്ലാം പുസ്തകം വായിക്കാൻ നോക്കുക. എത്ര മിനിറ്റ് അല്ലെങ്കിൽ എത്ര മണിക്കൂർ അറ്റൻഷൻ സ്പാൻ പിടിച്ചു നിർത്താൻ പറ്റുമെന്നുള്ള ഒരു എക്സ്പെരിമെൻ്റ്, ഒരു ചലഞ്ചായിട്ട് തന്നെ നിങ്ങളെല്ലാവരും ഏറ്റെടുക്കുക. പിന്നീട് നാലാമത് പറയാനുള്ളത്, ഉടനടി ഇന്നോ നാളെയോ നിങ്ങൾക്ക് പ്രാവർത്തികമാക്കാൻ പറ്റാത്ത കാര്യമായിരിക്കാം, നമ്മുടെ സാമ്പത്തിക സുരക്ഷിതത്വത്തെ പറ്റിയിട്ടുള്ള കാര്യമാണ്. ഞാനൊക്കെ ജോലിയിൽ കയറി IPS നേടി ഒരു 2 വർഷം കഴിഞ്ഞതിന് ശേഷമാണ് ഇൻവെസ്റ്റ്മെൻറ്റും കാര്യങ്ങളെല്ലാം സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിയത്. ഞാൻ എൻ്റെ ഉദ്യോഗസ്ഥരോട് എപ്പോഴും പറയുന്ന കാര്യമാണ്, നിങ്ങൾ ജോലി കിട്ടിക്കഴിഞ്ഞാൽ ഏറ്റവും ഉടനെ തന്നെ എന്തെങ്കിലും ഒരു സമ്പാദ്യം നേടാൻ തുടങ്ങിയാൽ അതിൻ്റെ ഒരു നിശ്ചിത ശതമാനം തുക നിങ്ങൾ ഇൻവെസ്റ്റ്മെൻറ്റിനായിട്ട് മാറ്റിവെക്കണം. നമ്മുടെ വൈകാരികമായിട്ടുള്ള ആരോഗ്യം, മാനസിക ആരോഗ്യം, ശാരീരികമായ ആരോഗ്യം, ഇതുപോലെ തന്നെ സാമ്പത്തികമായിട്ടുള്ള ആരോഗ്യത്തിന് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധ കൊടുക്കണം. ഇതിൻ്റെ എല്ലാത്തിൻ്റെയും ഒരു കമ്പൈൻഡ് എഫക്റ്റ് കൊണ്ട് നമുക്ക് സമൂഹത്തിന് പ്രകാശം പരത്താനും സമൂഹത്തിന് നല്ലതും ചെയ്യാൻ സാധിക്കുകയുള്ളൂ. നേരത്തെ സൂചിപ്പിച്ചതുപോലെ എല്ലാം ഒരു തുടക്കം മാത്രമാണ്. ഇതൊരു അനുസ്യൂതമായിട്ടുള്ളൊരു പെർസ്യൂട്ടാണ്. ഒരിക്കലും നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ തീരുന്നില്ല. നമുക്ക് സൊസൈറ്റിക്ക് കൊടുക്കാനുള്ള സംഭാവനകൾ ഒരിക്കലും തീരുന്നില്ല. ഞാൻ ചില സമയത്തൊക്കെ ആലോചിക്കും, ഒരുപാട് ജോലി തിരക്കുകളുണ്ട്, ഇന്നൊരു തിങ്കളാഴ്ച കൂടിയാണ്. എന്നിരുന്നാലും ഇതുപോലുള്ള ഫങ്ഷൻസിന് വിളിക്കുമ്പോൾ പോകാൻ മടിയുണ്ടെങ്കിലും ഞാൻ എന്നെ സ്വയം നിർബന്ധിച്ചാണ് കൊണ്ടുവരുന്നത്. കാരണം നമ്മളെവിടെ നിൽക്കുന്നു, നമ്മിൽ നിന്ന് സമൂഹം എന്ത് പ്രതീക്ഷിക്കുന്നു എന്നുള്ളത്. ഇവിടെ അധ്യക്ഷ പ്രസംഗത്തിൽ റവറൻ ഫാദർ പറഞ്ഞ പോലെ അത് എനിക്കും കൂടിയുള്ള ഉപദേശമായിട്ട് ഞാൻ കേൾക്കുകയാണ്. ഞാനും ഒരു വിദ്യാർത്ഥിയായി മാറുകയാണ്. നമ്മളിൽ എത്രമാത്രം പ്രതീക്ഷ സമൂഹം അർപ്പിക്കുന്നു, നമ്മൾ എത്രമാത്രം സ്വയം നവീകരിക്കണം, എത്രമാത്രം നമ്മുടെ ഭാഗത്തു നിന്ന് സമൂഹം പ്രതീക്ഷിക്കുന്നുണ്ട് എന്നെല്ലാം മനസ്സിലാക്കാൻ ഇതുപോലുള്ള ഇവൻറ്റുകൾ നമുക്ക് ഉപകരിക്കും. അപ്പോൾ എല്ലാവർക്കും നല്ല ആശംസകൾ അർപ്പിച്ചുകൊണ്ട് എല്ലാവർക്കും ജീവിതത്തിൽ നല്ല സന്തോഷവും സമാധാനവും ഉണ്ടാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ടും ഞാൻ നിർത്തുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.